السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله اللهم صل وسلم وبارك عليه. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നത്, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്തത് കൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസിന്റെ കൺഗ്രുവൻസിനെ കുറിച്ചാണ്. എന്താ കൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ? സെയിം ഷേപ്പും സെയിം സൈസും ഉള്ള രണ്ട് ഫിഗേഴ്സിനെ പറ്റിയാണ് കൺഗ്രുവന്റ് എന്ന് പറയുന്നത്. അതിന്റെ സിമ്പൽ നമ്മൾ പറഞ്ഞു, ഒക്കെ പരിചയപ്പെട്ടു. ഇപ്പൊ നമ്മൾ ട്രയാങ്കിൾസിന്റെ കൺഗ്രുവൻസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മുമ്പ് പറഞ്ഞിരുന്നു, രണ്ട് ട്രയാങ്കിളുകൾ കൺഗ്രുവന്റ് ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളിന്റെയും 3 സൈഡുകൾ തുല്യമാവണം, അതോടൊപ്പം 3 ആംഗിൾസും തുല്യമാവണം. അതായത് നമുക്ക് 6 അളവുകൾ പരിശോധിക്കേണ്ടതുണ്ട്. 3 അളവുകൾ തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യണം, അതുപോലെ 3 സൈഡ്സും തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യണം. 6 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതോടൊപ്പം കറസ്പോണ്ടൻസിന്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്, എല്ലാ സമയത്തും നമ്മളിപ്പോ സൂപ്പർ പൊസിഷൻ, ഒരു ട്രയാങ്കിൾ തന്നിട്ട് രണ്ട് ട്രയാങ്കിൾ തന്നിട്ട് ഒന്ന് മറ്റൊന്നിനോട് കൺഗ്രുവന്റ് ആണോ എന്ന് പരിശോധിക്കാൻ വെട്ടിയെടുത്തിട്ട് മറ്റേതിന്റെ മേൽ വെക്കുക, അത് നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആണ്. അതുപോലെ നോട്ടുപുസ്തകം കേടുകയാണ്. അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ആംഗിൾസും സൈഡ്സും കളക്കുക, അതും റിസ്കിയാണ്. നമുക്ക് വല്ല ഷോർട്ട് കട്ടും ഉണ്ടോ? രണ്ടും കൺഗ്രുവന്റ് ആണോ എന്ന് പരിശോധിക്കാൻ വല്ല ക്രൈറ്റീരിയയും ഉണ്ടോ? മാനദണ്ഡവും ഉണ്ടോ? വെരി സിമ്പിൾ ആണ്. നമ്മളെടുത്ത് രണ്ട് ട്രയാങ്കിളുകൾ കൺഗ്രുവന്റ് ആണോ എന്ന് പരിശോധിക്കാൻ 4 ക്രൈറ്റീരിയൻ ആണുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് വിശദീകരിക്കാം. അതിനു മുമ്പ് ജസ്റ്റ് പേരിൽ പറയപ്പെടാം. ഒന്നാമത്തത് SSS ക്രൈറ്റീരിയൻ, രണ്ടാമത്തത് SAS ക്രൈറ്റീരിയൻ, മൂന്നാമത്തത് ASA ക്രൈറ്റീരിയൻ, നാലാമത്തത് RHS ക്രൈറ്റീരിയൻ. ഇങ്ങനെ 4 ക്രൈറ്റീരിയ ആണുള്ളത്. എന്തിന്? രണ്ട് ട്രയാങ്കിളുകൾ കൺഗ്രുവന്റ് ആണോ എന്ന് പരിശോധിക്കാൻ 4 ക്രൈറ്റീരിയ ആണുള്ളത്. SSS ക്രൈറ്റീരിയൻ, SAS ക്രൈറ്റീരിയൻ, ASA ക്രൈറ്റീരിയൻ, RHS ക്രൈറ്റീരിയൻ. ഇതിൽ എന്താണ് ഓരോ ക്രൈറ്റീരിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഫസ്റ്റ് SSS ക്രൈറ്റീരിയൻ. SSS ക്രൈറ്റീരിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, രണ്ട് ട്രയാങ്കിളുകൾ തന്നു, ആ രണ്ട് ട്രയാങ്കിളുകളുടെയും സൈഡുകൾ 3 സൈഡ്സും തുല്യമാണെങ്കിൽ, നിശ്ചിത കറസ്പോണ്ടൻസിൽ ആ ട്രയാങ്കിൾസിന്റെ 3 സൈഡും തുല്യമാണ് എങ്കിൽ അവയുടെ 3 ആംഗിൾസും തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ രണ്ട് ട്രയാങ്കിളും കൺഗ്രുവന്റ് ആണ് എന്നും പറയാം. അതായത് ഇവിടെ ഒന്നും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണേ. SSS ക്രൈറ്റീരിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, if under a given correspondence the 3 sides of one triangle are equal to the 3 corresponding sides of another triangle, then the triangles are congruent. ഒരു നിശ്ചിത കറസ്പോണ്ടൻസിൽ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡിനോട് തുല്യമാണ് എങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും കൺഗ്രുവന്റ് ആണ് എന്ന് പറയാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ABC എന്ന് പറയുന്ന ട്രയാങ്കിളും PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അവയുടെ സൈഡ്സും കൊടുത്തിട്ടുണ്ട്. ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചോദ്യം ഇതാണ്, ഈ രണ്ട് ട്രയാങ്കിളും കൺഗ്രുവന്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത്, രണ്ട് ട്രയാങ്കിൾസ് കൺഗ്രുവന്റ് ആണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് 6 അളവുകൾ തരണമെന്നായിരുന്നു. 3 സൈഡ്സും നോക്കണം, 3 ആംഗിൾസും നോക്കണം. പക്ഷേ ഈ ആംഗിൾസ് തന്നിട്ടില്ലല്ലോ. ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മറുപടിയാണ് SSS ക്രൈറ്റീരിയൻ. അതായത് ഇവിടെ ഈ ചിത്രത്തില് ഓരോ AB എന്ന സൈഡ് 3.5 3.5 ഏതാണ്? PR. AB എന്നത് PR എന്നതിനോട് തുല്യമാണ്. AC എന്നത് RQ എന്നതിനോട് തുല്യമാണ്. അതുപോലെ PQ എന്നത് BC എന്നതിനോട് തുല്യമാണ്. ഓക്കെ, നമുക്ക് തന്ന അളവുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി, ഈ ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ ഈ ട്രയാങ്കിളിന്റെ 3 സൈഡിനോട് തുല്യമാണ്. അപ്പൊ ഇവ രണ്ടും കൺഗ്രുവന്റ് ആണ്. പക്ഷെ അതിന്റെ കറസ്പോണ്ടൻസ് ഏതാണെന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ABയുടെ സ്ഥാനത്ത് ആര് വരണം? PR വരണം. അല്ലെ, ശ്രദ്ധിക്കണേ, ABയുടെ സ്ഥാനത്ത് PR വരണം. ആ രീതിയിലാണോ ആവേണ്ടത്? അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. എന്താ പറഞ്ഞത്? ABയുടെ സ്ഥാനത്ത് ആര് വരണം എന്നാ പറഞ്ഞത്? PR ആണ്. കാരണം എന്നാലും എന്താണോ, AB 3.5 PR 3.5 അല്ലെ. അപ്പൊ ABയുടെ സ്ഥാനത്ത് PR വരണം. മാത്രം പോരാ, പിന്നെ നമ്മളിവിടെ ഇങ്ങനത്തെ ബാക്കിൽ C എന്നിട്ടാൽ അല്ലെ, C എന്നിട്ടാല് BCന്റെ സ്ഥാനത്ത് ഇവിടെ ആരുള്ളത്? Q അല്ലെ, ഇവിടെ Q ആണ്. BCന്റെ സ്ഥാനത്ത് RQ വന്നാൽ ശരിയാവോ? BCയുടെ സ്ഥാനത്ത് RQ വന്നാലും ശരിയാവില്ല. കാരണം BC 7.1 ആണ് അല്ലെ. പക്ഷെ RQ എത്ര? RQ 5 ഉള്ളൂ. അപ്പൊ അത് ശരിയാവില്ല. അപ്പൊ നമുക്ക് ഈ കറസ്പോണ്ടൻസ് റെഡിയല്ല. നമുക്ക് എന്നാല് RPQ എന്ന രീതിയിൽ തിരിച്ചിട്ടാലോ? RPQ അല്ലെ, PRQ എന്നുള്ള നമുക്ക് RPQ എന്ന രീതിയിൽ എഴുതി നോക്കാം. RPQ അല്ലെ, RPQ. ഓക്കെ,
എ ബിന്റെ സ്ഥാനത്ത് ആർ പി വന്നാൽ എ ബിന്റെ സ്ഥാനത്ത് ആർ പി, എ ബിന്റെ സ്ഥാനത്ത് 3.5, ആർ പിന്റെ സ്ഥാനത്തോ 3.5. പിന്നെയോ ബി സിന്റെ സ്ഥാനത്ത് ബി ക്യു വന്നാൽ ബി സി എത്ര 7.1 അല്ലെ, ബി സി 7.1, പി ക്യു എത്ര ഇപ്പൊ 7.1 തന്നെ അല്ലേ. ഓക്കെ, പി ക്യു 7.1. എ സിന്റെ സ്ഥാനത്ത് ആർ ക്യു, എ സി ഇവിടെ എ സിന്റെ സ്ഥാനത്ത് എ സി 5ആണ്, ആർ ക്യു 5ആണ്. ഓക്കെ, അപ്പൊ എ ബി സി എന്നത് ആർ പി ക്യു എന്നതിനോട് കറസ്പോണ്ടന്റ് ആണ്. ഈ കറസ്പോണ്ടൻസ് ഈ രണ്ട് ട്രയാങ്കിളും കൺഗ്രുവന്റ് ആണ് എന്ന് പറയാം. കറസ്പോണ്ടൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് കറസ്പോണ്ടൻസ് ശ്രദ്ധിക്കണം. കാരണം എന്റെ സ്ഥാനത്ത് ആറും ബിന്റെ സ്ഥാനത്ത് ബിയും സിന്റെ സ്ഥാനത്ത് ക്യൂവും വെച്ചെങ്കിൽ മാത്രമേ ഇതെന്താവുള്ളൂ കറക്റ്റായി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് തള്ളി നിൽക്കും, ഒരു ഭാഗത്ത് ഉള്ളിലൊക്കെ നിൽക്കും. അപ്പൊ കറസ്പോണ്ടൻസ് നമ്മൾ പരിശോധിക്കുന്നു. എസ് എസ് എസ്. അപ്പൊ നമ്മൾ ഇതിന്റെ ആംഗിൾസ് പരിശോധിക്കണോ? വേണ്ട. എന്താ കാരണം? 3 സൈഡ്സ് തുല്യമാണ് എങ്കിൽ അവിടെയുള്ള 3 ആംഗിൾസും തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇനി ആംഗിൾസിന്റെ അളവ് നമുക്ക് വേണ്ട, കിട്ടേണ്ടതില്ല എന്ന് പറയുന്നത്. ഇതാണ് എസ് 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 ക്രൈറ്റീരിയൻ. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയൻ എസ് എ എസ് ക്രൈറ്റീരിയൻ. ഇത് എസ് എ എസ് ക്രൈറ്റീരിയൻ പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ സൈഡാണ്, എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്, എസ് എന്ന് പറഞ്ഞാൽ സൈഡാണ്. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡും അവക്കിടയിലുള്ള ആംഗിളും അതിന്റെ കറസ്പോണ്ടന്റ് ആയ മറ്റൊരു ട്രയാങ്കിളിന്റെ 2 സൈഡിനോടും അവക്കിടയിലുള്ള ആംഗിളിനോട് തുല്യമാണ് എങ്കിൽ അവ രണ്ടും കൺഗ്രുവന്റ് ആണ് എന്ന് പറയാം. ഒന്നുകൂടി, ഒരു നിശ്ചിത കറസ്പോണ്ടൻസിൽ ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡും അവക്കിടയിലുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ അതിന് കറസ്പോണ്ടിങ് ആയ സൈഡിനോടും ആ സൈഡുകൾക്കിടയിലുള്ള ആംഗിളിനോടും തുല്യമാണ് എങ്കിൽ അവ രണ്ടും കൺഗ്രുവന്റ് ആണെന്ന് പറയാം. 2 സൈഡും ഒരു ആംഗിളിന്റെ അളവ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 2 ആംഗിളിന്റെയും ഒരു സൈഡിന്റെയും അളവ് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും ഈ 3 അളവുകൾ ലഭിച്ചാൽ തന്നെ നമുക്കത് കൺഗ്രുവന്റ് ആണ് എന്ന് തീരുമാനിക്കാൻ പറ്റും. ഇവിടെ ചോദ്യം നിങ്ങൾ കാണുന്നുണ്ട്. എന്താ ചോദ്യം? എക്സാമ്പിൾ 4 ഒരു 2 ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്, ഡി ഇ എഫ് എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. ഈ അളവുകൾ പ്രകാരം എസ് എ എസ് ക്രൈറ്റീരിയൻ ഉപയോഗിച്ചുകൊണ്ട് ഇവ രണ്ടും കൺഗ്രുവന്റ് ആണോ എന്ന് പരിശോധിക്കാൻ പറയാണ്. നമുക്ക് നോക്കാം. നമുക്ക് റഫായിട്ട് ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം എ ബി സി ആണ്, ഇത് എ ബി സി എന്ന ട്രയാങ്കിൾ ആണ്. പിന്നെ നമുക്ക് ഡി ഇ എഫ് വരക്കാം അല്ലെ, ഡി ഇ എഫ്. ഓക്കെ, നമുക്ക് പേരിട്ട് കൊടുക്കാം. എ ബി സി ഡി ഇ എഫ് 2 ട്രയാങ്കിൾ വരച്ചു. നമുക്ക് ഈ തന്ന അളവുകൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം റെഡി ആവുന്നത്. എ ബി എത്ര? എ ആണ്. എ ബിന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര ഇട്ടു? 7 എന്നിട്ടു. ഇനിയോ ബി സി സമം 5, ബി സിന്റെ സ്ഥാനത്ത് 5 എന്നിട്ടു. ആംഗിൾ ബി 50, ആംഗിൾ ബി ഇവിടെ 50 എന്നിട്ടു. അപ്പൊ അത് റെഡിയായി. ഇനി ഡി ഇ എഫിന്റെ സ്ഥാനത്ത് ഡി ഇ 5, സോറി ഇവിടെ പേര് തെറ്റിയിട്ടുണ്ട് അല്ലെ, ഇവിടെ ഇ ആക്കി മാറ്റും. ഓക്കെ, ഡി ഇ എത്ര പറഞ്ഞത്? ഡി ഇ 5 അല്ലെ, ഡി ഇ 5 ആണ്. ഇ എഫ് 7, അതുപോലെ ആംഗിൾ ഇ 50, ആംഗിൾ ഇ 50. ഓക്കെ, ഇത് രണ്ടും കൺഗ്രുവന്റ് ആണോ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അതായത് എസ് എ എസ് ക്രൈറ്റീരിയൻ പ്രകാരം നമുക്കിത് കൺഗ്രുവന്റ് ആണോ തീരുമാനിക്കാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് തന്നത് ക്ലിയർ ആണ്. ഒരു സൈഡ് വേറെ സൈഡ് അവക്കിടുന്ന ആംഗിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. ഇവിടെ 7 അല്ല പറഞ്ഞത് 7. ഓക്കെ ഓക്കെ, നമുക്ക് എ ബി എ ബി സി 5 ആണ് അല്ലെ, സോറി 5. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, മറ്റൊരു സൈഡ് തന്നിട്ടുണ്ട്, അവക്കിടയിൽ ആംഗിൾ തന്നിട്ടുണ്ട്. ഒരു സൈഡ് മറ്റൊരു സൈഡ് അവക്കിടയിൽ ആംഗിൾ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എസ് എ എസ് ക്രൈറ്റീരിയൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് രണ്ട് കൺഗ്രുവന്റ് ആണെന്ന് പറയാം. കാരണം കറസ്പോണ്ടൻസ്, ഇത് നിശ്ചിത കറസ്പോണ്ടൻസ് കൊണ്ട് എന്റെ സ്ഥാനത്ത് എ ബിന്റെ സ്ഥാനത്ത് ആര് വരണം? എ ബിന്റെ സ്ഥാനത്ത് ഇ എഫ് വരുന്നു. നോക്കണ്ട, ശ്രദ്ധിക്കണേ. എ ബിന്റെ സ്ഥാനത്ത് ഇ എഫ് കൊടുത്തു. ഇനി ബിന്റെ സ്ഥാനത്ത് ആര് വരണം? ഇയും വരണം അല്ലെ. ബിന്റെ സ്ഥാനത്ത് ഇ വരുന്ന രീതിയിൽ. അപ്പൊ അത് പറ്റൂല, കാരണം ബിന്റെ സ്ഥാനത്ത് ഇവിടെ എഫ് ആ വരുന്നത്. തിരുത്തിയതാ, എഫ് ഇ എന്നാക്കാം അല്ലെ, എഫ് ഇ. ഇനി ആരാ വാക്കുള്ളത്? എ ബി, ഇവിടെ സി കൊടുക്കുക അല്ലെ, കൊടുത്തു, സി കൊടുത്തു. ഇതിലാരാ വാക്കുള്ളത്? എഫ് ഇ ഡി, എഫ് ഇ ഡി. ഓക്കെ, ഇത് റെഡി ആണെന്ന് നോക്കുക. എന്റെ സ്ഥാനത്ത് എഫ് വന്നാൽ, അല്ലെങ്കിൽ വേണ്ട, എ സ്ഥാനത്ത് എഫ് എന്നാൽ നമുക്ക് അളവ് തന്നിട്ട് ആംഗിളിന്റെ നമുക്ക് സൈഡ് നോക്കാം. എ ബിന്റെ സ്ഥാനത്ത് എഫ് ഇ എന്നാൽ എ ബി എ എഫ് ഇ എ. ഓക്കെ, ബി ആംഗിൾ ബിന്റെ സ്ഥാനത്ത് ആംഗിൾ ഇ 50 50.
ബിസിന്റെ സ്ഥാനത്ത് ഇ ഡി വന്നാൽ ബിസി എത്ര 5, ഇ ഡി എത്ര 5 വന്നാൽ അപ്പൊ ഇത് രണ്ടും കൺഗ്രുവന്റ് ആണ്. എ ബി സി എഫ് ഇ ഡി എന്ന ഈ കറസ്പോണ്ടൻസിൽ വന്നാൽ ആ രീതിയിലാണ് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും സൂപ്പർപോസിഷൻ ചെയ്യുന്നത് എങ്കിൽ ഇവ രണ്ടും കൺഗ്രുവന്റ് ആണ്. അത് നമ്മൾ തീരുമാനിച്ചത് SAS എന്ന ക്രൈറ്റീരിയൻ ഉപയോഗിച്ചുകൊണ്ടാണ്. നമുക്ക് രണ്ട് സൈഡും ഒരു ആംഗിളും മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എങ്കിലും നമുക്കിത് പ്രൂവ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് അടുത്തത് ASA ക്രൈറ്റീരിയനും RHS ക്രൈറ്റീരിയനും പരിശോധിക്കാം. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ ആണ് ASA ക്രൈറ്റീരിയൻ. എന്താ ASA ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കറസ്പോണ്ടൻസിൽ two angles on the included side of the triangle are equal to two corresponding angles on the included side of another triangle, then the triangles are congruent. ഒരു നിശ്ചിത കറസ്പോണ്ടൻസിൽ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിളും അവക്കിടയിലുള്ള സൈഡും അതിന് കറസ്പോണ്ടിങ് ആയ മറ്റു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിളിനോടും അവക്കിടയിലുള്ള സൈഡിനോടും തുല്യമായാൽ ആ രണ്ട് ട്രയാങ്കിളും കൺഗ്രുവന്റ് ആണ് എന്ന് പറയാം. ഞാനിവിടെ ഒരു ഉദാഹരണം വരയ്ക്കാം. നമുക്ക് സമയക്കുറവുണ്ട്, നമുക്ക് സ്പീഡിൽ പോകാം. ഒരു ട്രയാങ്കിൾ വരയ്ക്കാണ്. ഒരു ട്രയാങ്കിൾ വരച്ചു, മറ്റൊരു ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കാം. ഓക്കെ, പേര് നമുക്ക് നൽകാം ABC, PQR. രണ്ട് ആംഗിളും അവക്കിടയിലുള്ള സൈഡ് തന്നാൽ അപ്പൊ എന്റെ സ്ഥാനത്ത് എന്റെ അടുത്ത് 50, ഇനി ബിന്റെ സ്ഥാനത്ത് ഒരു 60. ഇനി ഇവിടുത്തെ അവക്കിടയിലുള്ള സൈഡും തന്നു എത്ര 6 സെന്റിമീറ്റർ ആണ് എങ്കിൽ ഇനി നമുക്ക് 6 തന്നു എത്ര 50, Q തന്നു എത്ര 60, പിന്നെ ഇവിടുത്തെ അളവ് തന്നു 6. ഇത്ര മാത്രം. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ അളവുകളിൽ നമുക്ക് ആകെ എത്ര തന്നിട്ടുള്ളൂ? ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ സൈഡിന്റെ അളവ് തന്നിട്ടില്ല, ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ സൈഡിന്റെ അളവ് തന്നിട്ടില്ല. എങ്കിലും ഇത് രണ്ടും കൺഗ്രുവന്റ് ആണോ എന്ന് നമുക്ക് ഈ തന്ന മൂന്ന് അളവുകൾ ഉപയോഗിച്ച് പറയാൻ കഴിയും. കാരണം എന്താ? ഇവിടെ നമ്മൾ ASA ക്രൈറ്റീരിയൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ASA ക്രൈറ്റീരിയൻ പ്രകാരം രണ്ട് ട്രയാങ്കിൾസിന്റെ രണ്ട് ആംഗിൾസും തന്നു. ഈ ട്രയാങ്കിൾസിന്റെ രണ്ട് ആംഗിളും അവക്കിടയിലെ സൈഡും തന്നു, ഈ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസും അവക്കിടയിലെ സൈഡും തന്നു. ഇവ രണ്ടും ഒരു നിശ്ചിത കറസ്പോണ്ടൻസിൽ തുല്യമാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടത്. അതായത് ഇവിടെ ട്രയാങ്കിൾ ഇവിടെ എ ഉണ്ട് അല്ലെ, എന്റെ സ്ഥാനത്ത് ഇതിൽ 6 വരണം, 50 ആകുമ്പോൾ 6 വരണം, എന്റെ സ്ഥാനത്ത് 6 വരണം. ഇനി ബി ഉണ്ട്, ബിയുടെ ബി 60 ആണ്, അപ്പൊ Q വരണം. ബിന്റെ സ്ഥാനത്ത് 6 വരണം, Q വരണം അല്ലെ, നല്ല 60 ആവണം. പിന്നെയോ ബിസിന്റെ സ്ഥാനത്ത് QR, സോറി ബിസി അല്ല, എബിന്റെ സ്ഥാനത്ത് QR വരണം, എബിന്റെ സ്ഥാനത്ത് QR വരണം. ഓക്കെ തന്നെയാണ് അല്ലെ, എബിന്റെ സ്ഥാനത്ത് QR എന്ന് പറഞ്ഞാൽ RQ എന്ന് പറഞ്ഞാൽ തുല്യമാണ് നമുക്ക്. ഓക്കെ, ഇനി ഇവിടെ സി ബാക്കിയുണ്ട്, ഇതിന് RQPയും ബാക്കിയുണ്ട്. അപ്പോ ABC എന്നതും ABC RQP എന്ന കറസ്പോണ്ടൻസിലാണ് നമ്മൾ രണ്ട് ട്രയാങ്കിൾ സൂപ്പർപോസിഷൻ ചെയ്യുന്നത് എങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും എന്താണ്? കൺഗ്രുവന്റ് ആണെന്ന് പറയാം. ഏത് ക്രൈറ്റീരിയൻ പ്രകാരം? ASA ക്രൈറ്റീരിയൻ പ്രകാരം. അതായത് എന്റെ സ്ഥാനത്ത് 6ഉം Qന്റെ സ്ഥാനത്ത് ഡിയും അതുപോലെ സിന്റെ സ്ഥാനത്ത് ടിയും വരുന്ന രീതിയിലാണ് നമ്മളിത് സൂപ്പർ പൊസിഷൻ ചെയ്യുന്നതെങ്കിൽ, ഇത് വെട്ടിയെടുത്ത് ഇതിന്റെ മേലെ വെക്കുന്നത് എങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ കൺഗ്രുവന്റ് ആകും. ASA ക്രൈറ്റീരിയൻ ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി നാലാമത്തേത് RHS ക്രൈറ്റീരിയൻ. RHS ക്രൈറ്റീരിയൻ നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ്. കാരണം RHS എന്നതുകൊണ്ടുള്ള ഉദ്ദേശം തന്നെ എന്താണ്? R എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ, H എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ്, S എന്ന് പറഞ്ഞാൽ സൈഡ്. റൈറ്റ് ആംഗിൾ, ഹൈപ്പോട്ടന്യൂസ്, സൈഡ്. അപ്പൊ RHS ക്രൈറ്റീരിയൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? RHS ക്രൈറ്റീരിയ വെരി സിമ്പിൾ ആണ്. ഒരു നിശ്ചിത കറസ്പോണ്ടൻസിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു സൈഡും അതിന്റെ ഹൈപ്പോട്ടന്യൂസും മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു സൈഡിനോടും ഹൈപ്പോട്ടന്യൂസിനോടും തുല്യമാണ് എങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും എന്താണെന്ന് പറയാം? കൺഗ്രുവന്റ് ആണ് എന്ന് പറയാം. ഉദാഹരണം, ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ABC എന്ന് പറയുന്ന ട്രയാങ്കിളും PQR എന്ന് പറയുന്ന ട്രയാങ്കിളും. ABC PQR എന്ന കറസ്പോണ്ടൻസിലാണ് ഇത് നമ്മൾ സൂപ്പർ പൊസിഷൻ നടത്തുന്നത് എങ്കിൽ ഇവ രണ്ടും കൺഗ്രുവന്റ് ആണ്. എന്താ കാരണം? ഇതിലുള്ള ആ ഹൈപ്പോട്ടന്യൂസും ഒരു സൈഡും മറ്റേ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസും സൈഡും തുല്യമായിട്ടുണ്ട്. ഇതില് AC 10 ആണ്, PR 10 ആണ്. AB എന്ന ഈ സൈഡ് 6 ആണ്,
PQ എന്ന സൈഡ് 6 ആണ്. അപ്പൊ ഈ കറസ്പോണ്ടിങ് സമയത്ത് സൂപ്പർ പൊസിഷൻ നടത്താണെങ്കിൽ ഇത് കൺഗ്രുവന്റ് ആയിരിക്കും. ഓക്കെ, ശുക്രൻ. ഇലൽ ലിഖാ. അസ്സലാമു